കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. പോലീസ് അന്യായമായി പിഴ ചുമത്തുന്നു എന്നാരോപിച്ചാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കടുത്ത പ്രതിസന്ധിയെ നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നാരോപിച്ചാണ് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. സമരം ജില്ലയിൽ പൂർണ്ണമാണെന്ന് ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് ഓരോ സ്ഥലത്തു നിന്നും പോലീസ് ഫോട്ടോ എടുത്ത് ഭീമമായ പിഴ ചുമത്തുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കി പീഡിപ്പിക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനാവശ്യമായി ഫോട്ടോ എടുത്ത് സ്വകാര്യ ബസ്സുകൾക്ക് അമിതമായ ചാർജ് ഈടാക്കുന്ന നടപടിക്കെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ ആയെങ്കിലും യാതൊരു വിധത്തിലുള്ള അനുകൂല നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. രൂക്ഷമായ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയത്തിന് ഓടി എത്താൻ പറ്റാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ് സ്വകാര്യ ബസ്സുകൾ. ഒരു തരത്തിലും സമയക്രമം പാലിക്കാൻ കഴിയാതെ ട്രിപ്പുകൾ റദ്ദാക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഈ രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും രാജ്കുമാർ കരുവാരത്ത് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. ഈ പ്രശ്നം പോലീസ് അധികൃതരെ സംഘടന പലവട്ടം അറിയിച്ചു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. ഇനിയും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. സ്വകാര്യ ബസ് സമരത്തിൽ ജനങ്ങൾ വലഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാക്കാലം കൂടിയാണ്. സ്കൂളിൽ എത്താൻ കഴിയാതെ വിദ്യാർത്ഥികളും വലഞ്ഞു. സമാന്തര സർവീസുകളെ ആശ്രയിച്ചാണ് പലരും ജോലിസ്ഥലങ്ങളിലും മറ്റും എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.